ഇടയന് പോലീസിംഗ് റോൾ. ഏകീകൃത കുർബാന ഇടവകകളിൽ അർപ്പിച്ചുവോ എന്ന് പരിശോധിക്കുന്നത് എന്തിനാണ്? മെത്രാന്മാർക്ക് സഭ നൽകിയിട്ടുള്ള ദൗത്യം ശുശ്രൂഷയുടേതാണ്. പരിശോധനകളും റെയ്ഡുകളും മെത്രാന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. പൗരസ്ത്യ കാനൻ നിയമം നമ്പർ 192.3 പറയുന്നു, ഭരണ ചുമതലയിലുള്ള മെത്രാൻ പ്രത്യേക പരിഗണനയോടെ തന്റെ സഹശുശ്രൂഷകരായ വൈദികരെ കേൾക്കുകയും അവരിൽ നിന്ന് ഉപദേശം തേടുകയും വേണം. ഈ അതിരൂപതയിൽ നിന്നും കഴിഞ്ഞ 2 വർഷങ്ങളായി ഈ കാനൻ നിയമം അധികാരികൾ ലംഘിക്കുകയാണ്. കാനൻ നിയമങ്ങളും രാജ്യത്തിന്റെ നിയമങ്ങളും ലംഘിച്ച് മുൻഗാമി ഭൂമി വിൽപ്പന നടത്തിയ കാര്യവും കൂട്ടിച്ചേർത്ത് വായിക്കണം. അഡ്മിനിസ്ട്രേറ്റർ മുകളിലുള്ളവരെ സേവിക്കുന്നതിനേക്കാൾ മുൻഗണന നൽകേണ്ടത് വൈദികർ ഉൾപ്പെടുന്ന ദൈവജനത്തെ ശുശ്രൂഷിക്കുന്നതിലായിരിക്കണം. ഈ വിഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ മുൻഗാമിയുടെ തെറ്റുതിരുത്തി ഡീക്കന്മാർക്ക് പണ്ടേ പട്ടം നൽകിയനെ. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വൈദികരെ മെത്രാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ആ പണിക്ക് യോഗ്യനല്ല. നിങ്ങൾ എത്ര നാൾ ഇങ്ങനെ ദൗത്യം നിർവഹിച്ച് അതിരൂപതയെ താറുമാറാക്കും? വെല്ലുവിളി നിറഞ്ഞ ഇടയ ശുശ്രൂഷയാണ് അതിരൂപതയിലെ വൈദികർ ഇടവകകളിലും സ്ഥാപനങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്കൗണ്ടബിലിറ്റിയാണ് ഒരു വൈദികന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. ഈ മേഖലയിൽ മെത്രാൻ സേഫ് ആണ്. എന്തെങ്കിലും ചോദിക്കുവാനുള്ള വേദികളായിരുന്നു പ്രസ്ബിറ്ററൽ കൗൺസിലും പാസ്റ്ററൽ കൗൺസിലും. രണ്ടിനെയും മരവിപ്പിച്ച് കിടത്തിയാണ് ഭരണം. ആലോചന സമിതിയോ ഫൊറോന വികാരി സംഗമമോ കാനോനിക സമിതികളല്ല. വൈദികരെ മിനിസ്ട്രിയിൽ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. നന്ദി.